കേരളത്തിലെ റോഡുകളിലെ കുഴിയെപ്പറ്റി പറഞ്ഞ നാത്താൻ കേസുകൊട് എന്ന സിനിമ ബഹിഷ്കരിക്കണമെന്ന് സൈബർ സഖാക്കൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുരമുകളിൽ കയറി നിന്ന് പോലും കോരം കോരം വാദിക്കുന്നവരാണ് ഇടതുപക്ഷ പുരോഗമനവാദികൾ. ക്രൈസ്തവരുടെ ആരാധ്യനാമമായ ഈശോ എന്ന പേര് ഒരു രണ്ടാംകിട മലയാള ചിത്രത്തിന് നാദിർ ഷാ നൽകിയിരുന്നു. പരിശുദ്ധമായ ആ നാമത്തെ ഒരു സിനിമയ്ക്ക് നൽകി അവഹേളിക്കുന്നതിനെതിരെ ക്രൈസ്തവർ ഒന്നടങ്കം പ്രതിഷേധിച്ചപ്പോഴും ഇടതുപക്ഷ പുരോഗമനവാദികൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് നാദിർ ഷായ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ചെയ്തത്. പക്ഷേ ആ ഇടതുപക്ഷക്കാർ തന്നെ കേവലം ഒരു പരസ്യ വാചകത്തിന്റെ പേരിൽ ഒരു സിനിമ തന്നെ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനായി ഇന്ന് പുറത്തിറങ്ങിയ നാത്താൻ കേസുകൊട് എന്ന ചിത്രത്തിന്റെ പോസ്റ്ററുമായി ബന്ധപ്പെട്ടാണ് സിനിമ ബഹിഷ്കരണവാദം അവർ ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് ദിനപത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും നൽകിയ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയ ഒരു പരസ്യ വാചകത്തെ ചൊല്ലിയാണ് തർക്കം ഉയർന്നു വന്നിരിക്കുന്നത്. തിയേറ്ററുകളിലേക്കുള്ള വഴിയിൽ കുഴിയുണ്ട്, എന്നാലും വന്നേക്കണമേ എന്ന സിനിമയുടെ പിന്നണി പ്രവർത്തകർ പരസ്യത്തിൽ നൽകിയ വാചകമാണ് സൈബർ സഖാക്കളെ ചൂടിപ്പിച്ചത്. കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററാണ് അത് എന്നാണ് സൈബർ സഖാക്കൾ വാദിക്കുന്നത്. അതുകൊണ്ട് ആ സിനിമ തന്നെ ബഹിഷ്കരിക്കാനാണ് സൈബർ ഗ്രൂപ്പുകളിൽ അവരിൽ ചിലർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എവിടെ വരെ എത്തി നിൽക്കുന്നു ചില ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളുടെ അസഹിഷ്ണുത എന്ന് ചിന്തിച്ചു നോക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാപ്പകൽ മുറവിളി കൂട്ടുന്നവർ തന്നെ ഒരു പരസ്യവാചകത്തിന്റെ പേരിൽ സിനിമ തന്നെ ബഹിഷ്കരിക്കാൻ നിർദ്ദേശം നൽകിയതിനെ അതിരൂക്ഷമായിട്ടാണ് പ്രതിപക്ഷ നേതാവും BJP പ്രസിഡന്റും പരിഹസിച്ചത്. മാത്രമല്ല, കാലിക സാമൂഹ്യ വിഷയങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രം വലിയ വിജയമായി മാറുമെന്നും പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതിനിടെ സിനിമയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ച് അറിയില്ലെന്നും സിനിമാ പോസ്റ്ററിലെ വാചകത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാത്രം കാണണമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടത്. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന സിനിമയിലെ നായക കഥാപാത്രം മോഷണം നിർത്തി പുതിയ ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്നിടത്ത് നിന്നാണ് കഥ ആരംഭിക്കുന്നത്. എന്നാൽ മോഷണം നിർത്തിയ നായകനെ MLA വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ കാവൽ നായ പിടികൂടി കടിച്ച് പരിക്കേൽപ്പിക്കുകയും തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പോലീസ് പറയുന്നു. എന്നാൽ താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും റോഡിലെ കുഴി മൂലമുണ്ടായ ഒരു വാഹന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് തനിക്ക് MLA വീടിന്റെ മതിൽ ചാടേണ്ടി വന്നതെന്നും നായകൻ വാദിക്കുന്നു. മാത്രമല്ല, റോഡിലെ കുഴി മൂലം തനിക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളെ പ്രതി പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ നായകൻ കേസ് ഫയൽ ചെയ്യുന്നു. ആ കേസ് കോടതിയിൽ നായകൻ തന്നെ സ്വയം വാദിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയിലെ കഥയുടെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും മുൻപ് സൂചിപ്പിച്ച പരസ്യം സിനിമാ പോസ്റ്ററിൽ നൽകിയത്. എന്നാൽ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ മനഃപൂർവ്വം കേരള സർക്കാരിനെ അടച്ചാക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയർത്തി സിനിമ തന്നെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം നടത്തുകയാണ് പലരും CPM അനുകൂല സൈബർ ഗ്രൂപ്പുകളിലൂടെ. ഈശോ സിനിമ വിവാദമായപ്പോൾ അടക്കം പല സന്ദർഭങ്ങളിലും കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊതുവേദികളിലും മാധ്യമങ്ങളിലും കോരം കോരം വാദിച്ചവരുടെ മലക്കം മറിച്ചിൽ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് കേരളത്തിലെ ഭൂരിപക്ഷം പേരും. എന്തായാലും പോസ്റ്റർ വിവാദവും ബഹിഷ്കരണ ആഹ്വാനവും നാഥാൻ കേസുകൊട് എന്ന സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് വൻ പ്രമോഷനാണ് എന്നാണ് ആദ്യദിന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ കേരളത്തിലെ റോഡുകളിലെ കുഴികളുടെ വ്യാപ്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ സിനിമാ പരസ്യമൊന്നും ഒട്ടും പോരതാനും.